ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഈ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. അതായത് സ്ട്രെങ്തൻ ബൈ എഡ്യൂക്കേഷൻ, strengthened by organization, liberate by education and prosper through enterprise. അതായത് ഒരു ഋഷിവര്യൻ, ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാഗുരു ഈ ലോകത്തിന് നൽകിയ ഒരു സന്ദേശമാണത്. അവിടെയാണ് നമ്മൾ ലോകം കണ്ടിട്ടുള്ള മറ്റു ഋഷിവര്യന്മാരിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പല ചരിത്രകാരന്മാരും ഗുരുദേവനെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. താൻ ജീവിച്ച കാലഘട്ടത്തിലെയും തനിക്ക് ശേഷമുള്ള കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ ആത്മീയവാദിയായി, ഏറ്റവും വലിയ പ്രായോഗികവാദിയായി, ഏറ്റവും വലിയ സാമൂഹിക ചലനങ്ങളിൽ ഇടപെടുന്ന ശക്തിയായി, ഏറ്റവും വലിയ സെക്യുലറിസ്റ്റായി, ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫിഗറായി, ലോകമറിയപ്പെടുന്ന കവിയായി ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈ ലോകത്തില് ഒരു ദൈവം രൂപം കൊടുത്തൊരു സംഘടനയുണ്ടെങ്കിൽ അത് SNDP യോഗമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. Now, ladies and gentlemen, we are honored to welcome a personality who represents both justice and social commitment, Advocate Shri Arun Purvat Venugopal, Public Prosecutor, Government of NCT, Delhi. Advocate Arun Purvat Venugopal is a distinguished legal professional and serves as a public prosecutor with the Government of Delhi. He is widely respected for his dedication in the field of criminal law, handling serious and sensitive matters with great courage, responsibility, and integrity. What makes his presence even more meaningful today is that he is also a passionate follower and active proponent of the teachings of Sri Narayana Guru. Through his leadership and public discourses, he has continuously inspired society, especially the youth, to walk the path of equality, justice and social harmony. As Gurudevan taught us, oru jati, oru madam, oru devam manishanu. That timeless message is reflected in his words and actions. Sir, we request you to kindly share a few words with us. Om Gurur Brahma Gurur Vishnu Gurur Devo Maheshwara Guru Sakshat Parabrahma Tasmai Sri Gurave Namaha. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ SNDP ഡൽഹി യൂണിയൻ മയൂർ വിഹാർ ശാഖയുടെ ആരാധ്യനായ പ്രസിഡന്റുമായ ശ്രീ SK കുട്ടി അവറുകൾ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മുഖ്യ വിശിഷ്ടാതിഥി എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള ഡൽഹി മലയാളി അസോസിയേഷൻ്റെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ രഘുനാഥ്ജി അവറുകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള SNDP യോഗം ഡൽഹി യൂണിയന്റെ കരുത്തനായ പ്രസിഡന്റ് ശ്രീ അനിൽ TS അവറുകൾ, സെക്രട്ടറി ശ്രീ ഓമനക്കുട്ടൻജി അവറുകൾ, ഈ ശാഖയുടെ സെക്രട്ടറി ശ്രീ ലൈന അനിൽ അവറുകൾ, ഈ യോഗത്തിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ KV ഹംസ അവറുകൾ, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഡൽഹി യൂണിയന്റെ ഭാരവാഹികൾ, ഈ ശാഖയുടെ മുൻ ഭാരവാഹികൾ, മറ്റ് സംഘടനകളുടെ ഭാരവാഹികൾ, ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ, സമയം വൈകിയതുകൊണ്ട് വലിയൊരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഒരുപക്ഷെ ഈ ഒരു യോഗത്തിന്, ഈ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിക്കാനായിട്ട് ശ്രീ SK കുട്ടി സാറ് വന്നപ്പോൾ
അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഈ ശാഖയുടെ ഒരുപാട് ചരിത്രം ഞാനുമായി പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, അരുൺജി, ഞങ്ങളുടെ ഈ മയൂർ വിഹാർ ശാഖ ചില സമയത്ത് നല്ലൊരു സംഘടനാ പാഠവത്തോടു കൂടി മുന്നോട്ട് പോവുകയും എന്നാൽ ചില സമയത്ത് അത് താഴ്ത്തിക്ക് പോവുകയും അങ്ങനെ പല പല എന്താ പറയാ ഏറ്റക്കുറച്ചിലുകളിലൂടെ ഞങ്ങളുടെ ശാഖ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ അദ്ദേഹം കുറച്ച് പരിഭവങ്ങൾ എന്നോട് പറഞ്ഞു. പല ഡൽഹി യൂണിയനിലെ തന്നെ പല ശാഖകളും അല്ലെങ്കിൽ ഗുരുദേവന്റെ പല സംഘടനകൾക്കും ഇങ്ങനെയൊരു ഇത് കാണുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. പക്ഷേ എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഗുരുദേവ ഭക്തരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ രൂപം കൊടുത്ത സംഘടനകൾ അതൊരിക്കലും നശിക്കുകയില്ല. കാരണം അത് ഒരു ലോക ഗുരുവിന്റെ ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ലോക ഗുരുവിന്റെ മനസ്സിൽ നിന്നുടലെടുത്ത സങ്കല്പങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിലൊരിക്കലും ഒരു നാശമുണ്ടാവുകയില്ല. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മരുത്വാമലയിലെ കൊടും തപസ്സിന് ശേഷം 6 വർഷത്തെ കൊടും തപസ്സിന് ശേഷം ആത്മസാക്ഷാത്കാരം നേടിയ ശ്രീനാരായണ ഗുരുദേവൻ, തനിക്ക് കിട്ടിയ ആ ആത്മസാക്ഷാത്കാരത്തെ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഗുരുദേവന്റെ സുബ്രഹ്മണ്യ കീർത്തനം എന്ന് പറയുന്ന കൃതിയിൽ ഗുരുദേവൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: സ്പഷ്ടം നിലാവന്നു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടി പെരുക്കെ പെരുവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. ഗുരു പറയാണ്, തനിക്ക് കിട്ടിയ ആത്മസാക്ഷാത്കാരം തപസ്സു ചെയ്ത് തനിക്ക് കിട്ടിയ ആ ആത്മസാക്ഷാത്കാരത്തെ ഗുരു തന്നെ പറയാണ്, പരവെളി അറിഞ്ഞ ഒരു മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതായത് തനിക്ക് കിട്ടിയ ആ തപസ്സു കൊണ്ട് തന്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ആത്മസത്തയെ ഉണർത്തിയെടുത്ത ശ്രീനാരായണ ഗുരുദേവൻ തന്റെ ശരീരത്തിലെ 6 ചക്രങ്ങളെയും ഭേദിച്ചുകൊണ്ട്, അതായത് അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ പറയുന്ന എല്ലാ ചക്രങ്ങളെയും ഭേദിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയ ശ്രീനാരായണ ഗുരുദേവൻ പക്ഷേ ആ പരവെളിയില്, ആ ആത്മസാക്ഷാത്കാരത്തിന്റെ ആ പരവെളിയില് ഇങ്ങനെ മുഴുകിയിരിക്കാതെ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് ചെയ്തത്? അവിടെയാണ് നമ്മൾ ലോകം കണ്ടിട്ടുള്ള മറ്റു ഋഷിവര്യന്മാരിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ഋഷികൾ ഉണ്ടായിട്ടുള്ള ഒരു ലോകമാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ് ഭാരതം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെ വ്യത്യസ്തനാകുന്നു? അതാണ് ഗുരുദേവനെ മറ്റു ഋഷിവര്യന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതായത് പരവെളി അറിഞ്ഞ ആത്മസാക്ഷാത്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയ ശ്രീനാരായണ ഗുരുദേവൻ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്: സ്പഷ്ടം നിലാവന്നു നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടിത്തട്ടി പെരുക്കെ പരവെളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. ഗുരു പറയാണ്, ഞാനിങ്ങനെ എനിക്ക് മാത്രം ഇങ്ങനെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചിട്ട് ഞാൻ മാത്രം ഇങ്ങനെ പരവെളിയിൽ ഇങ്ങനെ മുഴുകിയിരുന്നിട്ട് എന്ത് കാണിക്കാനാണ്? എന്നിട്ട് ഗുരു പറയാണ്, കഷ്ടം ദീനം പിടിച്ചും മചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോ നദിയിൽ മുങ്ങുവാൻ കാലമായി വന്നിതിപ്പോൾ എന്ന് തീരുമാനിച്ച ശ്രീനാരായണ ഗുരുദേവൻ ഞാൻ മാത്രം ഇങ്ങനെ ആത്മസാക്ഷാത്കാരത്തിൽ ലയിച്ചിരുന്നിട്ട് എന്ത് കാണിക്കാനാണ്? തന്നെ കൊണ്ട് ഈ പാഴ്ചേറിൽ അമർന്നിരിക്കുന്ന ഈ ജനതയെ കൈപിടിച്ചുയർത്തേണ്ടത് തന്റെ കർമ്മമാണെന്ന് മനസ്സിലാക്കാനാണ് ഗുരുദേവൻ തനിക്ക് കിട്ടിയ ആ പരവെളി ബലി കൊടുത്ത ശ്രീനാരായണ ഗുരുദേവൻ. ഇവിടെയാണ് നാം ലോകം കണ്ട മറ്റു ഋഷിവര്യന്മാരിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവൻ വ്യത്യസ്തനാകുന്നത്. അങ്ങനെ ആ ശ്രീനാരായണ ഗുരുദേവന്റെ അറിവാകുന്ന നദിയിൽ നിന്നും ഗുരുദേവൻ രൂപം കൊടുത്ത പ്രസ്ഥാനങ്ങളാണ് SNDP യോഗം എന്ന് പറയുന്ന സംഘടന, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അങ്ങനെ
ഈ സാധാരണക്കാരായ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ആത്മസാക്ഷാത്കാരം നേടിയ ശ്രീനാരായണ ഗുരുദേവൻ 2 സംഘടനകളാണ് രൂപം കൊടുത്തത്. ആത്മീയമായിട്ട് നമുക്ക് വളരാനായിട്ട് ശ്രീനാരായണ ധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സന്യാസി സംഘടനയ്ക്ക് ശ്രീനാരായണൻ രൂപം കൊടുത്തു. പക്ഷേ ഗുരുവിന് അറിയാമായിരുന്നു, ആത്മീയത കൊണ്ട് മാത്രം ഒരു മനുഷ്യന് പുരോഗതി ഉണ്ടാവുകയില്ല എന്നറിയാമായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ ഭൗതികമായി ഒരു മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, അവനെ സംഘടന കൊണ്ട് ശക്തരാക്കി മാറ്റുവാൻ ശ്രീനാരായണ ഗുരുദേവൻ രൂപം കൊടുത്ത സംഘടനയാണ് SNDP യോഗം. അതായത് ഒരു ദൈവം രൂപം കൊടുത്ത സംഘടനയാണ് SNDP യോഗം. ഈ ലോകത്തില് ഒരു ദൈവം രൂപം കൊടുത്തൊരു സംഘടനയുണ്ടെങ്കിൽ അത് SNDP യോഗമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് അത് ഒരിക്കലും നശിക്കുകയില്ല. ശ്രീനാരായണ ഗുരുദേവൻ രൂപം കൊടുത്ത ഒരു സംഘടനയ്ക്ക് ഒരിക്കലും നശിക്കാൻ സാധിക്കുകയില്ല. കാരണം അത് ആത്മസാക്ഷാത്കാരം നേടിയ ഒരു ഋഷിവര്യൻ തന്റെ ആത്മസാക്ഷാത്കാരത്തിൽ നിന്നും ഉടലെടുത്ത ഒരു സങ്കല്പമാണ് SNDP യോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ SNDP യോഗത്തിന്റെ ഒരു SNDP ശാഖയുടെ ഒരു അംഗമാവുക എന്ന് പറയുന്നത് പോലും എന്താ പറയാ, ആ ഗുരുദേവന്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗുരുദേവൻ എന്തിനാണ് SNDP യോഗം രൂപം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയവാദം പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവന്റെ ശിവശതകം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഗുരുദേവൻ പറയുന്നുണ്ട്, ജനകനും അമ്മയും ആത്മസഖിയും പ്രിയജനവും അടുത്തയൽവാസികളും ജനനമെടുത്തു പിരിഞ്ഞിടും എപ്പോഴും വിന തനിയെ ഇരുപ്പതിനെ തരമായി വരൂ. അതായത് ഗുരു പറയാണ്, ജനകനും അമ്മയും ആത്മസഖിയും, നിങ്ങളുടെ അച്ഛനും അമ്മയും ആത്മസഖിയും, പ്രിയജനവും അടുത്ത അയൽവാസികളും, നിങ്ങളുടെ അടുത്ത ബന്ധുക്കളും അയൽവാസികളും ഒക്കെ നിങ്ങളെ വിട്ടു പോകും. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തനിച്ചാണ് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. ഒരുപക്ഷെ ഗുരുദേവന്റെ ശിവപ്രസാദക പഞ്ചകത്തിലും ഗുരു പറയുന്നുണ്ട്, ശിവശങ്കര സർവശരണ്യ വിഭോ. അതിൽ ഗുരു പറയുന്നത് എന്താ? അതിൽ ഗുരു പറയുന്ന ഒരു വാക്യമുണ്ട്, അതായത് മക്കൾ അനർത്ഥകരം, പൊരുളെന്നും ഉടമ്പൊടു മക്കൾ ഉയരും, തിരളെന്നും ഇതൊക്കെ അനർത്ഥകരം. അതായത് പൊരുളെന്നുള്ളത് അതായത് സമ്പത്ത്, അല്ലെങ്കിൽ ശരീരം, അല്ലെങ്കിൽ മക്കൾ, ഇതൊക്കെ അനർത്ഥകരം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ, ഈ ആത്മീയവാദം പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങളുടെ പെൺമക്കളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ സംഘടന കൊണ്ട് ശക്തരാകൂ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ കൃഷിയിലൂടെ പ്രാവീണ്യം നേടൂ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അഭ്യസിക്കൂ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത് നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലുള്ള 100 വർഷത്തെ കൂടിക്കാഴ്ചയിലൂടെ നടന്ന ആ ഒരു പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ രാജ്യത്തെ പോളിസികൾ തീരുമാനിക്കുമ്പോൾ അതിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഈ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി. അതായത് strengthened by education, strengthened by organization, liberate by education and prosper through enterprise. അതായത് ഒരു ഋഷിവര്യൻ, ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാഗുരു ഈ ലോകത്തിന് നൽകിയ ഒരു സന്ദേശമാണത്. അതുകൊണ്ട് തന്നെയാണ് പല ചരിത്രകാരന്മാരും ഗുരുദേവനെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, താൻ ജീവിച്ച കാലഘട്ടത്തിലെയും തനിക്ക് ശേഷമുള്ള കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ ആത്മീയവാദിയായി, ഏറ്റവും വലിയ പ്രായോഗികവാദിയായി,
ഏറ്റവും വലിയ സാമൂഹിക ചലനങ്ങളിൽ ഇടപെടുന്ന ശക്തിയായി, ഏറ്റവും വലിയ സെക്യുലറിസ്റ്റായി, ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫിഗറായി ലോകമറിയപ്പെടുന്ന കവിയായി ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആ ദർശനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സംതൃപ്തമായ ഒരു കുടുംബ ജീവിതവും, സംതൃപ്തമായ ഒരു സാമൂഹ്യ ജീവിതവും, സംതൃപ്തമായ ഒരു സാംസ്കാരിക ജീവിതവും കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ മയൂർ വിഹാർ ശാഖ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ, പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കട്ടെ, സമ്പന്നതയിൽ നിന്നും സമ്പന്നതയിലേക്ക് വളരട്ടെ. അതിന് ഗുരുദേവന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for such powerful and motivational words.